പെട്ടെന്നൊരു ദിവസം കുറേയധികം ചെന്നായ്ക്കള് കാട്ടീന്ന് നാട്ടിലോട്ടിറങ്ങുകയാണ്. എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെയൊക്കെ ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ പതിയെ പതിയാണ് ആൾക്കാർ ഇത് മനസ്സിലാക്കാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ഈ ചെന്നായ്ക്കൾ ആക്രമിക്കുമ്പോൾ ആ നാട്ടിൽ വലിയ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് ആൾക്കാർക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അങ്ങനെ ആ കൂട്ടത്തിലൊരു ഫാമിലി പെട്ടുപോകും. ഈ ചെന്നായ്ക്കളുടെ ഇടയിൽ ആ ഫാമിലി പെട്ടുപോകും. ഈ ചെന്നായ്ക്കള് എന്തിനായിരിക്കും അവരെ എല്ലാവരെയും ആക്രമിച്ചിട്ടുള്ളത്? നമ്മുടെ ഫാമിലി ആ ചെന്നായ്ക്കളിൽ നിന്ന് രക്ഷപ്പെട്ട് കാണോ? അതെല്ലാം നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ കൊയോട്സ് എന്ന് പറയുന്ന മൂവിയാണ്. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടീനെയാണ് കാണിക്കുന്നത്. അവൾ പാർട്ടിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണ്. കൂടെ തന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. ആ പട്ടിക്കുട്ടി ഇടയ്ക്ക് കാട്ടിൽ കയറി പോകുന്നുണ്ട്. അതിന് മൂത്രമൊഴിക്കാൻ അങ്ങോട്ട് വിട്ടിട്ടെ. അങ്ങനെ അത് കയറി പോകുമ്പോൾ ഈ പെൺകുട്ടി പതിയെ പതിയെ അവളുടെ സെൽഫിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അങ്ങനെ ആ സെൽഫി ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ പിന്നിലായിട്ട് ഒരു ചെന്നായി നിൽക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇപ്പൊ പോയ ആ പട്ടിക്കുട്ടിയില്ലേ അതിന്റെ നിലവിളിയും അതുപോലെ തന്നെ അതിനെ കെട്ടിയിരിക്കുന്ന കയറും തെറിച്ചു വന്ന് അവളുടെ മുമ്പിൽ വന്ന് വീഴുന്നത്. ഇത് കണ്ട് അവൾ ആകെ പേടിച്ചു പോകും. പതിയെ പതിയെ ഫ്രണ്ടിലോട്ട് ചെന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു ചെന്നായി അവളുടെ പട്ടീനെ കഴിച്ചു തീർക്കുന്നു. അവൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് അതിനെ ചീത്ത പറയുമെങ്കിലും നല്ല പേടിയുണ്ട്. പിന്നിലോട്ട് പതിയെ പതിയെ മാറുകയാണ്. പക്ഷെ ആ നേരം ഒരു കാറ് വന്ന് ആ പെൺകുട്ടീനെ തട്ടിയിടും. എന്നാൽ ആ കാറുകാരൻ കുറച്ചു നേരം കാർ അവിടെ ഒതുക്കിയിട്ടതിന് ശേഷം അവളെ രക്ഷിക്കാനോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ ഒന്നിനും തുനിയാതെ അവിടെ നിന്ന് പോകും. അവൾ അവിടെ അനങ്ങാൻ പറ്റാതെ കിടക്കുകയാണ്. അന്നേരം അങ്ങോട്ട് കുറെ അധികം ചെന്നായ്ക്കൾ വന്നിട്ട് ആ പാവപ്പെട്ട പെൺകുട്ടീനെ കടിച്ചു കീറി തിന്ന് കളയാണ്. കട്ട് ചെയ്താൽ ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്. അയാൾ മറ്റാരുമല്ല, ഒരു എലി പിടുത്തക്കാരനാണ്. അയാളിപ്പം നമ്മുടെ കഥാനായകനായിട്ടുള്ള സ്കോട്ടിന്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് ആ വീട്ടിൽ മൊത്തം എലിശല്യാണോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്കോട്ട് പറയുന്നത് ഈ വീട്ടിൽ മൊത്തം എലിയാണ്, അതിനെല്ലാം പിടിച്ചോണ്ട് പോയി ഏതെങ്കിലും കാട്ടിക്കൊണ്ട് കളയാം, പക്ഷെ അതിനൊന്നും കൊന്നു കളയണ്ട. എന്നാൽ ഈ എലി പിടുത്തക്കാരൻ പറയുന്നത് അതിനെ എല്ലാരെയും കൊന്നു കളയണം, അല്ലെങ്കിൽ ഈ എലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വൃത്തികെട്ട ജീവികളാണ്. കാരണം കുറെ അധികം മനുഷ്യരെ അത് കൊന്നു കളഞ്ഞിട്ടുണ്ട് അസുഖം പിടിപ്പിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്കോട്ടിന്റെ മനസ്സ് മാറുകയാണ്. കാരണം അവ ആദ്യം പറഞ്ഞില്ലായിരുന്നു എലികളെയൊന്നും കൊല്ലാൻ പാടില്ല എന്ന്. ഇപ്പൊ ഇതിനെ കൊല്ലാനായിട്ട് പറയുന്നുണ്ട്. കാരണം പേടിച്ചു പോയി, എലി വല്ല അസുഖം വരുത്തി വെച്ചാലോ. കുറച്ച് കഴിയുമ്പോൾ സ്കോട്ടിന്റെ ഭാര്യയായിട്ടുള്ള ഈവും അതുപോലെ തന്നെ മോളും വന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ രണ്ടാൾക്കാർ സ്കോട്ടും അതുപോലെ തന്നെ എലിപിടുത്തക്കാരനും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു. ഈ എലിപിടുത്തക്കാരനാണെങ്കിൽ ഓരോ വിഷമങ്ങളും അവന്റെ ജീവിതത്തിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട് സ്കോട്ട് അവിടെ ഇരിപ്പുണ്ട്. മോളും അമ്മയും അതായത് ഭാര്യയും കൂടെ വന്നത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവൻ പോവാന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് സ്കോട്ടിനോട് ഒരു കാര്യം പറയും. ഈ എലികൾക്കാണെങ്കിൽ ഡോഗ് ഫുഡ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. എവിടെ ഇരുന്നാലും അത് കട്ട് തിന്നാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ വീട്ടിൽ പട്ടീനെ ആവശ്യമുണ്ടോ, പട്ടീനെ കൊണ്ടുവന്ന് കളയട്ടോ എന്ന് ചോദിക്കും. ഈ മോൾക്കൊരു പട്ടിയുണ്ട്, അതിനെ കൊണ്ടുവന്ന് കളയട്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അവരുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ വളർത്തുന്ന ഒരു പട്ടിയല്ലേ, അതിനെ കൊണ്ട് കളയാനൊന്നും കഴിയത്തില്ല, അതിനെ കൊണ്ട് കളയണ്ടെന്ന് പറഞ്ഞിട്ട് സ്കോട്ട് പറഞ്ഞു വിടും. പക്ഷെ ഇവർക്ക് എന്തോ പോലെ ആയിട്ടുണ്ട്. വീട്ടിലൊരു പട്ടീനെ കൊണ്ട് കളയാന്ന് പറഞ്ഞപ്പോൾ ഇതിനുശേഷം സ്കോട്ട് ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീടിന്റെ മണ്ടയിൽ കയറി ചെല്ലും. അവൻ വർക്ക് ഫ്രം ഹോം ആണ്. അവിടെ ഇരുന്ന് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് ഈവ് കയറി വരും. അവനോട് ചോദിക്കും പണിയെല്ലാം കഴിഞ്ഞോ? ഇന്ന് ന്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് വൈകുന്നേരം നല്ല കാറ്റടിക്കും, ചിലപ്പോൾ നല്ല നാശനഷ്ടമൊക്കെ വരാം, അതുകൊണ്ട് തന്നെ വീട്ടിന്റെ അടുത്തുള്ള മരങ്ങളൊക്കെ വെട്ടി നിർത്തണമെന്ന്. ഇപ്പൊ ഈവ് വന്നിരിക്കുന്നത് അവരുടെ വീട്ടിന്റെ അടുത്തൊരു മരമുണ്ട്, അത് വെട്ടി മാറ്റാൻ പറയാനായിട്ടാണ്. എന്നാൽ സ്കോട്ട് അത് വലിയ കാര്യമായിട്ട് എടുക്കാതെ അവൻ പറയും എല്ലാ പ്രാവശ്യവും ന്യൂസിൽ ഇത് തന്നെയല്ലേ പറയുന്നത്, എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഈവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. രാത്രി ആവുന്ന സമയത്ത് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈവും അതുപോലെ തന്നെ മോളും വീട്ടിന്റെ അകത്തുണ്ട്. ഇവര് പിസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. കുറച്ചു നേരം കഴിയുമ്പോൾ കോണിംഗ് ബെല്ലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഈ പെൺകുട്ടി ചെന്ന് നോക്കുമ്പോൾ അത് പിസയൊന്നുമല്ല, പകരം ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് വിചാരിച്ചിരിക്കുന്നത് ഈ വീട്ടിലോട്ടാണ് അവരെ വിളിച്ചതെന്നാണ്. പക്ഷേ അവിടെ അല്ല, പകരം അപ്പുറത്തെ അയൽക്കാരന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ മോൾ അവരെ പറഞ്ഞു വിടും അപ്പുറത്തെ വീട്ടിലാന്ന് പറഞ്ഞിട്ട്. ഇവരുടെ വാ തുറന്ന തെറി മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. സ്വന്തമായിട്ടാണ് ചീത്ത വിളിക്കുന്നത്, അല്ലാതെ മോളെയോ അല്ലെങ്കിൽ ഈ വീട്ടുകാരെയൊന്നും അല്ല. ആ ഒരു ലേഡീനെ പറഞ്ഞുവിട്ടതിന് ശേഷം മോള് തിരിച്ചു വരുമ്പോൾ ഈവും അതുപോലെ തന്നെ സ്കോട്ടും കൂടെ അവൾക്ക് ഉപദേശങ്ങൾ കൊടുക്കും. ആരോടും മോശമായിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കാൻ പാടില്ല, പകരം അവരെ വേറെ എന്തെങ്കിലും പേര് വിളിക്കണം, എല്ലാവർക്കും ഒരേപോലെ റെസ്പെക്ട് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മോൾക്ക് 18 തികഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ഇവരെല്ലാരും കൂടെ പിസയും വാങ്ങിച്ച് ടി വി കാണുകയാണ്. ടി വി കാണുമ്പോൾ മോൾക്ക് മാത്രമേ സന്തോഷമുള്ളൂ. സ്കോട്ട് ആണെങ്കിൽ അവിടെ ഇരുന്ന് ഓരോ പണികൾ ചെയ്യാണ്. അവൻ എപ്പോഴും തിരക്കായിരിക്കും. ഇതെല്ലാം കാണുമ്പോൾ ഈവിന് ഒരുപാട് വിഷമാവുന്നുണ്ട്. ഫാമിലിയുടെ കൂടെ സമയം പങ്കിടാതെ പകരം അവ ഇവിടെ ഇരുന്ന് ജോലി ചെയ്യല്ലേ, ആ ഒരു വിഷമാണ്. രാത്രിയാവുന്ന സമയത്ത് മോള് കിടന്നുറങ്ങുമ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് താഴോട്ട് വരും. അവിടെ തന്നെ പട്ടി ഇരുന്ന് കുരയ്ക്കുന്നുണ്ട്. അവളുടെ പട്ടിയാണ്. എന്താ പറ്റിയെന്ന് ചോദിച്ച് അടുത്തോട്ട് വരുമ്പോൾ അതിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. ഡോറിനകത്ത് ചെറിയൊരു ദൂരം ഉണ്ട്, ഈ പട്ടിക്ക് ഇറങ്ങിപ്പോകാനായിട്ടുള്ള ഒരു ചെറിയ ദൂരം. അങ്ങനെ മോള് നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എന്തോ ജീവി പാസ് ചെയ്ത് പോവാണ്. എന്തോ ഒരു ജീവി, നമ്മൾ നേരത്തെ കണ്ട ചെന്നായ പോലത്തെ എന്തോ ഒരു ജീവി. അവൾ ആകെ പേടിച്ചു പോകുന്നുണ്ട്. ഈ നേരം സ്കോട്ടും അതുപോലെ തന്നെ ഈവും കൂടെ കുറച്ച് റൊമാൻറ്റിക് ആവാന്ന് വിചാരിച്ച് പണികളെല്ലാം ഒതുക്കിയിട്ട് റൊമാൻറ്റിക് ആവാനായിട്ട് കിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും മോള് പേടിച്ച് കയറി വന്നിട്ട് പുറത്ത് എന്തോ ജീവിയുണ്ട് നോക്കണമെന്ന് പറഞ്ഞു വരുന്നത്. പക്ഷെ അവരാദ്യം വലിയ മൈൻഡ് ആകത്തില്ല. എന്നാൽ അവൾ ഇത്രയധികം പേടിച്ച് പറഞ്ഞത് കൊണ്ട് തന്നെ മോളുടെ പിറകെ ചെല്ലുകയാണ്. അവിടെ
അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട്. എന്തായാലും മോളെയും ഈവിനെയും വീട്ടിന്റെ അകത്ത് നിർത്തും. അവർ രണ്ടുപേരും അവിടെ നിന്ന് നോക്കുമ്പോൾ സ്കോട്ട് മാത്രമേ പുറത്തോട്ട് പോയി നോക്കുന്നുള്ളൂ. ഫാമിലിനെ സേഫ് ആയിട്ട് വെക്കണ്ടേ. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല പ്രത്യേകിച്ച്. പക്ഷെ ആ സമയം അങ്ങോട്ടൊരു ചെന്നായി വരുന്നുണ്ട്. അത് കടിച്ചു കീറാൻ വരുന്നത് പോലെയാണ് വന്നേക്കുന്നത്. സ്കോട്ടിന് പേടിയാവുന്നുണ്ട്. പക്ഷെ അതിനെ പേടിപ്പിച്ച് ഓട്ടിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അത് പോകുന്നില്ല. അവിടെ തന്നെ ലൈറ്റും വെളിച്ചമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് പേടിച്ച് മാറിപ്പോവാണ്. ചെറിയൊരു പേടി, എന്നാലും വലിയ പേടിയൊന്നുമില്ല. അതെന്തിനോ വേണ്ടിയാണ് വന്നേക്കുന്നത്. എന്തോ ദേഷ്യവും വൈരാഗ്യം ഉള്ളതുപോലെയാണ് അതിന്റെ പെരുമാറ്റം മൊത്തം. പക്ഷെ ഇപ്പൊ സ്കോട്ടിനെ ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും സ്കോട്ട് അതിനെയൊക്കെ ഓടിച്ചതിന് ശേഷം തിരിച്ച് അവരുടെ അടുത്ത് ചെല്ലും. വീട്ടിന്റെ അകത്ത് കയറി വാതിൽ അടച്ചതും പെട്ടെന്ന് തന്നെ കറണ്ട് പോവും. പുറത്തുനിന്നൊരു ശബ്ദവും കേൾക്കാം. പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഒരു മരം വെട്ടണോന്ന് ഈവ് വന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോ സ്കോട്ട് എന്താ പറഞ്ഞത്? മരമൊന്നും വെട്ടേണ്ട, കാറ്റൊന്നും അടിക്കത്തില്ല എന്ന്. എന്നാൽ അതിന്റെ ഓപ്പോസിറ്റ് നടന്നിട്ടുണ്ട്. ആ മരം പുഴുതു വീണിട്ട് കാർ ആകെ തകർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈൻ എല്ലാം പൊട്ടിയിട്ടുണ്ട്. കറണ്ടും ഇല്ല. സ്കോട്ട് അവന്റെ കാറിന് എന്തെങ്കിലും പറ്റിയൊന്ന് പതിച്ചെന്ന് നോക്കുമ്പോൾ അതാകെ തകർന്നിട്ടുണ്ട്. അതിന്റെ മണ്ടയിലാണ് ഈ മരം വന്ന് വീണേക്കുന്നത്. അതല്ല, അവിടുത്തെ പോസ്റ്റിൽ നിന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ പൂത്തിരിയൊക്കെ തെറിക്കുകയാണ്. അവിടെ എന്തോ ഷോർട്ട് ആയതാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കോട്ട് ആണെങ്കിൽ അവിടെ വന്ന് അവിടുത്തെ തറയൊക്കെ വൃത്തിയാക്കുകയാണ്. കാരണം എന്തോ ഒരു ജീവി മരിച്ചിട്ട് അതിന്റെ രക്തമൊക്കെ അവിടെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീവിയുടെ മൃതശരീരം ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ ഈവാണെങ്കിൽ അവിടെ വന്ന് നോക്കുമ്പോൾ ആ മൃഗം ഇട്ടിരുന്ന ബെൽറ്റ് കിടപ്പുണ്ട്. അത് നോക്കുമ്പോൾ അവൾക്ക് പരിചയമുള്ള പേരാണ്. ആ ബെൽറ്റ് എടുത്ത് നേരെ അയൽക്കാരന്റെ വീട്ടിൽ ചെന്ന് മുട്ടും. തുറക്കുന്നത് മറ്റാരുമല്ല, ആ പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്. പ്രോസ്റ്റിറ്റ്യൂട്ട് വിചാരിക്കുന്നത് ഇതെന്തോ പിസയോ മറ്റോ കൊണ്ടുവന്ന ലേഡിയാണെന്നാണ്. പക്ഷെ അയൽക്കാരനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ അയൽക്കാരൻ അങ്ങോട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ ലുക്കുള്ള ഒരു അയൽക്കാരനാണ്. അയാളോട് ചോദിക്കും, നിങ്ങളുടെ പൂച്ചയുടെ പേരാണോ ലൂസി എന്ന്. ആ ബെൽറ്റിനകത്ത് ലൂസി എന്നാണ് പേരെഴുതി കെട്ടി തൂക്കിയിരിക്കുന്നത്. അത് എന്റെ പൂച്ചയാണ്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇതെനിക്ക് പൂച്ചയുടെ ബെൽറ്റ് അവിടെ നിന്ന് കിട്ടി, പക്ഷേ പൂച്ചയുടെ മൃതശരീരം കിട്ടിയില്ല എന്ന്. ഇവളിത് പറയുമ്പോൾ ഇയാൾ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. കാരണം ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് കഴിഞ്ഞ ദിവസം രാത്രി ഈ വാതിൽ തുറന്നിട്ടത്. ആ വാതിലിൽ കൂടെ പൂച്ച ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് നല്ല ദേഷ്യമാവുന്നുണ്ട്. രണ്ടുപേരും കൂടെ വഴക്കു കൂടാണ്. പിന്നീട് ഈവാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്താ കാണുന്നത്? നമ്മുടെ സ്കോട്ടിന്റെ കൂട്ടുകാരൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്തോ ഒരു മെഷീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മരം മുറിക്കുന്ന ഒരു മെഷീൻ. അത് വെച്ചിട്ടാണ് സ്കോട്ട് ഇപ്പം മുറിക്കുന്നത്. എന്തായാലും ലൂസി നോക്കി മുറിക്കാനൊക്കെ പറയുന്നുണ്ട്. അവൻ ആയുധമൊന്നും യൂസ് ചെയ്ത് വലിയ പരിചയമില്ല. കയ്യിലൊക്കെ കൊണ്ടു കയറാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനുശേഷം ഈവ് വീട്ടിന്റെ അകത്ത് കയറിപ്പോവും. അതുപോലെ തന്നെ മോളാണെങ്കിൽ ഐപാഡ് എടുത്തു വെച്ച് എന്തൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അവസാനം വീഡിയോ കണ്ട് അതിന്റെ ചാർജ് തീർന്നു. അമ്മയോട് ഫോൺ ചോദിക്കും. പക്ഷെ അമ്മ കൊടുക്കത്തില്ല. കാരണം കറണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യാനായിട്ടൊന്നും കഴിയത്തില്ല. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ വിളിക്കാനായിട്ട് ഫോൺ വേണമല്ലോ, അതുകൊണ്ട് തരത്തില്ല എന്ന് തന്നെ പറയും. മോള് ചെറുതായിട്ട് പിണങ്ങുന്നുണ്ട്. കട്ട് ചെയ്താൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെയും അതുപോലെ തന്നെ ആ ഒരു മനുഷ്യനെയാണ് കാണിക്കുന്നത്, അയൽക്കാരനെ. രണ്ടുപേരും കൂടെ അവിടെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. ഇവരുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. കാരണം ജനറേറ്ററിലാണ് വർക്ക് ആവുന്നത്. ഇപ്പൊ ഇയാൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ഇയാള് സ്വന്തം മോനെ പോലെ നോക്കിയ പൂച്ചയാണ് കാണാതെ പോയിരിക്കുന്നത്. അതിന്റെ രക്തം പുരണ്ട ബ്ലഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഞാൻ പോയി തിരക്കിട്ട് വരാന്ന് പറഞ്ഞ് തോക്ക് എടുത്തോണ്ട് പോകാനായിട്ട് പോകും. പക്ഷേ തോക്ക് കൊണ്ടുവന്നില്ല. പകരം ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. പക്ഷെ ഇറങ്ങാനായിട്ട് ഇറങ്ങിയതും എന്താ, കറണ്ട് പെട്ടെന്ന് തന്നെ പോയി. കാരണം ജനറേറ്റർ ഓഫായി പോയിട്ടുണ്ട്. എന്തായാലും പൂച്ചയെ കണ്ടുപിടിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ അയൽക്കാരൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഈ ലേഡി ആണെങ്കിൽ ആകെ ബോറടിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അതുമല്ല മൊബൈലിൽ ചാർജും ഇല്ല. ഇപ്പൊ കുത്തിയിടണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. ആ നേരമായിരിക്കാം അവിടെ കാറിന്റെ താക്കോൽ ഇരിക്കുന്നത് കാണുന്നത്. കാറിനകത്ത് ഫോൺ കുത്തിയിടാനായിട്ട് സാധിക്കും. അങ്ങനെ താക്കോൽ എടുത്ത് വെക്കുന്നുണ്ട്. ചിലപ്പോൾ ചാർജ് ചെയ്യാനായിട്ടായിരിക്കണം. വീണ്ടും സ്കോട്ടിനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബിയറൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ നേരം കൂട്ടുകാരന്റെ ഫോണിലോട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതായത് അവന്റെ ഭാര്യയാണ് വിളിക്കുന്നത് വീട്ടിലോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. പോകുന്ന വഴിക്ക് എന്റെ ഭാര്യ ഫോൺ വിളിച്ച് അവനെ ചീത്ത പറയുന്നുണ്ട്. എവിടെ പോയിക്കാ, നീ കുടിക്കാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ ഭാര്യ കൂളാക്കാനായിട്ട് നോക്കുമ്പോൾ അവൾ കേൾക്കില്ല. ഫോൺ കട്ടിയാണ്. ഇവനും ആകെ ടെൻഷനായി നടന്നു പോകുമ്പോൾ ഇവന്റെ പിന്നിലായിട്ട് ഒരു ശബ്ദം കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ചധികം ചെന്നായ്ക്കളാണ്. സാധാരണ ഈ ചെന്നായ്ക്കൾ മനുഷ്യരെ ആക്രമിക്കാറില്ല. പക്ഷേ ഈ പ്രാവശ്യം ആക്രമിക്കാനായിട്ട് കടിച്ചു കീറാനായിട്ട് അടുത്തോട്ട് വരികയാണ്. ഇവൻ അതിനേക്ക് ഓട്ടിക്കാൻ നോക്കുമെങ്കിലും നടക്കത്തില്ല. പെട്ടെന്ന് തന്നെ അവന്റെ കാലിൽ വന്ന ഒരു ചെന്നായ കടിക്കും. ഇപ്പൊ അവന്റെ നിലവിളിയാണെങ്കിൽ അയൽക്കാരൻ കേൾക്കുന്നുണ്ട്. അയൽക്കാരൻ ഇപ്പം സ്കോട്ടിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അവന്റെ പൂച്ചനെ കണ്ടോന്ന് ചോദിക്കാനായിട്ട്. ഡോറ് വന്ന് തുറക്കുന്നത് മറ്റാരുമല്ല, മോളാണ്. ഇവൻ ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോന്ന്. എന്നാൽ മോള് കേട്ടില്ലല്ലോ. അമ്മനെ വിളിക്കാനായിട്ട് പറയുമ്പോൾ അമ്മ അത് അപ്പുറത്തെ വീട്ടിൽ ആ മനുഷ്യൻ വന്നിട്ടുണ്ടെന്ന്. അതായത് അപ്പുറത്തെ വീട്ടിൽ ആ വാലാകോല നടക്കുന്ന മനുഷ്യൻ. ഇത് അയാൾ കേൾക്കുന്നുണ്ട്. മോളെ, ഞാൻ ഇവിടെ നിൽക്കുമല്ലേ, ഞാൻ കേൾക്കാതെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവൾ ടീനേജ് പ്രായമായതുകൊണ്ട് തന്നെ ആരെയും വക വെക്കുന്നുമില്ല. ഇതേ നേരം കൂട്ടുകാരനെ ആണെങ്കിൽ ആ ചെന്നായ്ക്കള് കടിച്ച് പറിക്കുന്നുണ്ട്. അവന്റെ കൈവിരലൊക്കെ കടിച്ച് പറിക്കുകയാണ്. വീണ്ടും നമ്മുടെ ടീംസിനെ, അതായത് അയൽക്കാരനെയും ഈവിനെയും അതുപോലെ തന്നെ മോളെയും കാണിക്കുകയാണെങ്കിൽ ഈവ ആ അയൽക്കാരനെ വിളിച്ച് ആ മരത്തിന്റെ അവിടെ വന്നിട്ടുണ്ട്. പൂച്ചേന്റെ രക്തം കിടന്ന ആ ഒരു മരത്തിന്റെ അവിടെ. പക്ഷെ പൂച്ചകളില്ല. ചിലപ്പം പൂച്ച രക്ഷപ്പെട്ടു പോയെന്ന് ഈവ് സമാധാനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ അയൽക്കാരൻ അവിടെ തിരയുന്ന സമയത്ത് അവിടെ തന്നെ ചെറിയൊരു കാട് പോലത്തെ സംഭവമുണ്ട്. ആ കാട്ടിന്റെ അകത്ത് ഈ പൂച്ചേനെ എന്തോ കടിച്ചു കീറി അതിന്റെ കുടലൊക്കെ പുറത്തിട്ട് അങ്ങനെ വെച്ചേക്കുന്നു. ഇത് കാണുമ്പോൾ അയാളുടെ കിളി ആകെ പാറാണ്. പക്ഷേ മോളുണ്ടല്ലോ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. ആരുടെ ഫീലിങ്സ് വക വെക്കുന്നില്ല. ഈ നേരം കൂട്ടുകാരന്റെ ഭാര്യയാണെങ്കിൽ ഉറക്കത്തിൽ
ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കൂട്ടുകാരൻ വന്നിട്ട് ഉണ്ടാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കൂട്ടുകാരൻ വരാത്തത് കൊണ്ട് തന്നെ അവനെ വിളിച്ച് നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് ഫോണിൽ. പക്ഷെ അവൻ എടുക്കുന്ന അവൻ തിരിച്ചു പറയുന്ന ഒന്നും മൈൻഡ് ആകുന്നില്ല. താഴെ വന്നൊരു വൈനൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. ഈ നേരം ഈവും മോളും കൂടെ അവിടുത്തെ ഒരു സ്റ്റോർ റൂമിൽ വരുന്നുണ്ട്. ഒരു ഗരാജ് പോലത്തെ സ്ഥലം. അവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തപ്പുമ്പോൾ മോൾക്ക് വോക്കി ടോക്കി കിട്ടുന്നുണ്ട്. അവളുടെ പഴയ ഒരു കളിപ്പാട്ടമാണ്. അന്നേരം ഈവിന്റെ ഫോണിലോട്ട് ഒരു കോള് വരും. വിളിച്ചത് മറ്റാരുമല്ല, കൂട്ടാന്റെ ഭാര്യയാണ്. വിളിച്ചിട്ട് അവൻ എവിടെ പോയി, അവൻ എപ്പോഴാ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈവ് പറയാം അവൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറെ നേരമായി, എന്താ വീട്ടിൽ വന്നില്ലേന്ന്. ഇതും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴായിരിക്കും അങ്ങോട്ട് സ്കോട്ട് ഇറങ്ങി വരുന്നത്. സ്കോട്ടിനോട് വിവരം പറയും ഇതണക്ക് കൂട്ടുകാരൻ പോയിട്ട് ഇതൊരു വീട്ടിൽ ചെന്നില്ല എന്ന്. പക്ഷെ സ്കോട്ട് ഭയങ്കര ചില്ലായിട്ട് എടുക്കുകയാണ്. അവൻ ചിലപ്പോൾ വല്ല പാർട്ടിക്കും പോയി കാണും, ഭാര്യയെ പറ്റിച്ച് പോയതായിരിക്കും, അതാ ഭാര്യ വിളിച്ച് നമ്മളെടുത്ത് തിരക്കിയെന്ന്. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് ഒരുപാട് ശബ്ദം കേൾക്കുന്നത്. ഈ ചെന്നായ്ക്കള് ഊളയിടുന്ന ആ ശബ്ദം കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഈ നേരം കൂട്ടുകാരന്റെ ഭാര്യയാണെങ്കിൽ ആകെ വിശന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരനെ ഫോൺ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കൂട്ടുകാരൻ ഫോൺ എടുക്കുന്നില്ല. വീട്ടിന്റെ അകത്തുനിന്ന് തന്നെ റിംഗ് ടോൺ കേൾക്കാണ്. എവളിങ്ങനെ അവിടെ മൊത്തം പരതി നോക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ ടീംസിനെയാണ് കാണിക്കുന്നത്, സ്കോട്ടിനെയും അതുപോലെ തന്നെ ഫാമിലിനെയും. അവരവിടെ നിൽക്കുമ്പോൾ ഭയങ്കര ഭീകരനായിട്ടുള്ള ഒരു ചെന്നായി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കടിച്ചു കീറാൻ വരുന്നത് പോലെയാണ് വന്നിരിക്കുന്നത്. സ്കോട്ട് അതിനെ പേടിപ്പിച്ച് ഓടിക്കാനായിട്ട് നോക്കുമ്പോൾ അത് പോകുന്നതുമില്ല. പെട്ടെന്ന് തന്നെ കുട്ടീനെ അകത്തോട്ട് പറഞ്ഞു വിടാനായിട്ട് ഈവിനോട് പറയും. ഈവും അതുപോലെ തന്നെ മോളോട് അകത്തോട്ട് കയറിപ്പോവാനായിട്ട് പറയാണ്. ഇനിയിപ്പോ ആ ചെന്നായ വന്ന് മോളെ വല്ലതും ചെയ്താലോ. മോള് പെട്ടെന്ന് തന്നെ പേടിച്ച് അകത്തോട്ട് കയറിപ്പോവാണ്. പക്ഷേ ഈ ചെന്നായി ഇതുവരെ പോയിട്ടില്ല. സ്കോട്ട് പേടിപ്പിക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ഇതിനെ പേടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ സ്കോട്ട് അവിടെ തന്നെ ഒരു ഷട്ടർ ഉണ്ട്, അത് പിടിച്ച് അടയ്ക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് നടക്കുന്നില്ല. ഈ ചെന്നായി പെട്ടെന്ന് തന്നെ അവരെ കടിക്കാനായിട്ട് വരുവാണ്. പെട്ടെന്ന് തന്നെ സ്കോട്ട് ആ ഒരു വാതിൽ പിടിച്ച് അടയ്ക്കും. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ട്. സ്കോട്ട് ഇപ്പോഴും ചില്ലായിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഈ ആകെ പേടിച്ചു പോയിട്ടുണ്ട്. ഈ ഒരു മൃഗങ്ങൾ സാധാരണ ഇങ്ങനെ പെരുമാറാറില്ല, പക്ഷെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അതിനെന്തെങ്കിലും കാരണം കാണത്തില്ലേ. രാത്രി വന്ന സമയത്ത് കൂട്ടുകാരന്റെ ഭാര്യയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. കാരണം കൂട്ടുകാരൻ ഇതുവരെ വന്നിട്ടില്ല. ഫോൺ വിളിച്ച് അവിടെ എല്ലാം നടക്കുമ്പോൾ ഫോണിന്റെ റിംഗ് ടൂൺ കേൾക്കാം. അതും വീട്ടിന്റെ പുറത്തുനിന്ന്. ഇവള് പതിയെ പതിയെ പുറത്തോട്ട് ചെന്ന് നോക്കുമ്പോൾ ഇവളെന്താ കാണുന്നത്, അവന്റെ ശരീരം പല ഭാഗങ്ങളായിട്ട് കടിച്ച് കീറിയിട്ടേക്കുന്നു. ഒരു കയ്യിൽ ഫോണും ഉണ്ട്. അവൾ ആകെ കണ്ട് പേടിച്ചു പോവാണ്. അതുപോലെ ഒരു ചെന്നായി തൊട്ട് ഫ്രണ്ടിൽ നിൽപ്പുണ്ട്. വിടില്ല, പെട്ടെന്ന് തന്നെ അവൾ ഓടി വീടിന്റെ അകത്ത് വന്ന് ഡോർ അടയ്ക്കുകയാണ്. എന്നാൽ വേറൊരു പ്രശ്നമുണ്ട്. ഇവൾ ഈ പുറത്തിറങ്ങിയ സമയത്ത് ഡോറ് തുറന്നിട്ടിട്ടായിരുന്നു പോയത്. അപ്പൊ എന്താ, അകത്തൊരു ചെന്നായി നിൽപ്പുണ്ട്. അത് ഇവൾ ആക്രമിക്കാനായിട്ട് വരികയാണ്. അതിനെയും കുറെ തെറി പറഞ്ഞ് പേടിച്ച് അവൾ പുറത്തോട്ട് വരും. സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്ത് അവിടെ തന്നെ അവൾ വേവിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, ഒരു സ്റ്റൗ ഒക്കെ ഇല്ലേ, പേടിച്ച് പേടിച്ച് പിന്നിലോട്ട് നടന്ന് അതിന്റെ മണ്ടയിൽ പോയി വീഴും. ഇവളുടെ ദേഹത്തെല്ലാം തീ പിടിക്കുകയാണ്. തൊട്ടടുത്ത് സ്വിമ്മിംഗ് പൂൾ ആണെങ്കിലും ആ ഒരു വേദനയിൽ അതിനകത്ത് ചാടാനുള്ള ആ ഒരു ബുദ്ധിയൊന്നും വർക്കാവുന്നില്ല. അവൾ ആ തീ കൊണ്ട് പെടയാണ്. ഇപ്പൊ സ്കോട്ടിന്റെയും ഫാമിലിയും കാണിക്കുകയാണെങ്കിൽ ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. സ്കോട്ട് ആണെങ്കിൽ അവർക്ക് ടിൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. കാരണം കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ഫുഡൊന്നും വേവിക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ മോൾക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ഈ ടിൻ ഫുഡിന്റെ ടേസ്റ്റ് തന്നെ. ഇവരിങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് ചെന്നായ്ക്കൾ ഊളയിടുന്ന ശബ്ദം കേൾക്കുന്നത്. നല്ല രീതിയിൽ അതൊക്കെ കുരയ്ക്കുന്നുണ്ട്. ഇവർക്ക് അറിയത്തില്ല അതെന്തിനാണ് ഇങ്ങനെ കുരയ്ക്കുന്നതെന്ന്. കുറച്ച് ദിവസമായിട്ട് അതിങ്ങനെ ഭയങ്കര വയലന്റ് ആണ്. എന്തുകൊണ്ടാണെന്നും അറിയത്തില്ല. കട്ട് ചെയ്താൽ ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണിക്കുകയാണെങ്കിൽ അവരൊരു കാറിന്റെ അകത്തുണ്ട്. അയൽക്കാരന്റെ കാറിന്റെ അകത്താണ്. അവർ കാറിന്റെ അകത്ത് കയറി ഫോൺ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. അതുമല്ല ഇവർ ആരുടെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ ഏതോ ഒരു ക്ലയന്റ് ആണ്. ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ പുറത്തുനിന്നൊരു ശബ്ദം കേൾക്കാം. ഈ കാറിന്റെ മണ്ടയിൽ കൂടെ എന്തോ ഒരു ജീവി നടക്കുന്നത് പോലെ. ഈ മണ്ടി എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, അതിന്റെ പുറത്തിറങ്ങി അതെന്താന്ന് നോക്കും. അതും പേടിച്ച് പേടിച്ച് അപ്പോഴായിരിക്കും ആ ചെന്നായ തൊട്ട് ഫ്രണ്ടിലോട്ട് എടുത്ത് ചാടുന്നത്. അത് നല്ല വയലന്റ് ആയിട്ട്. ഇവളെ കടിച്ചു കീറുമെന്ന് നോക്കിയാൽ ഇല്ല. ഇവളിങ്ങനെ പേടിപ്പിക്കുമ്പോൾ അത് തൽക്കാലത്തേക്ക് മാറിപ്പോകുന്നുണ്ട്. ചിലപ്പോ ഏതെങ്കിലും ഫുഡ് കിട്ടിക്കാണാം. അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊല്ലാതെ വിട്ടത്. അവരതിനെ പേടിപ്പിച്ചിട്ട് അവരും പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. ഇപ്പൊ അയൽക്കാരനെ കാണിക്കുകയാണെങ്കിൽ തന്റെ പൂച്ച മരിച്ചു പോയത് കൊണ്ട് തന്നെ അത്രയും വിഷമമുണ്ട്. തന്റെ ഒരു കുട്ടീനെ പോലെ നോക്കി വളർത്തിയ ഒരു പൂച്ചയായിരുന്നു. ആ പൂച്ചയില്ലാതെ ഇയാൾക്ക് ജീവിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ ഒരു തോക്കെടുത്ത് തലയിലോട്ട് ചൂണ്ടി ഷൂട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യാനായിട്ട് ട്രിഗർ വലിച്ചതും ആ പ്രോസ്റ്റിറ്റ്യൂട്ട് അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. ആ പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നത് കൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ചാവാനായിട്ട് കഴിഞ്ഞില്ല. ഇവനെന്താടാ ഭ്രാന്താണെന്നാണ് അവർ വിചാരിക്കുന്നത്. പ്രോസ്റ്റിറ്റ്യൂട്ട് വന്നത് പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പിടിച്ചിട്ട് അവരോട് ഒരു ആഗ്രഹം ആവശ്യപ്പെടും. മറ്റൊന്നുമല്ല, ഇയാൾക്ക് നല്ല രീതിയിൽ വേദന അറിയണം. അതുമല്ല നല്ല രീതിയിൽ വിഷമവും മാറണം. അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി ഒരു കാര്യം ചെയ്തു കൊടുക്കും. ഇവന്റെ മണ്ടയിൽ കയറി ഇരുന്നിട്ട് അവന്റെ നെഞ്ചത്തെല്ലാം മെഴുകുതിരി ഒരുക്കി ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ അവർ റിലേഷനിലും കടക്കുന്നുണ്ട്. അവൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വേറൊരു പ്രശ്നം. ഈ ലേഡി കയറി വന്നപ്പോൾ ഡോർ അടച്ചില്ല, അതും ഫ്രണ്ട് വാതില്. അതുവഴി കുറെ അധികം ചെന്നായ്ക്കൾ കയറി വരുന്നുണ്ട്. ഈ ലേഡി ഇതൊക്കെ കണ്ടാകെ പേടിച്ച് കിടക്കുമ്പോൾ ഇവൻ ഇത് കണ്ടിട്ടില്ല. വീണ്ടും വീണ്ടും എന്ന് പറഞ്ഞ് അവൻ കിടക്കാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ഇവൻ ഈ ചെന്നായ്ക്കളെ കാണുന്നത്. അപ്പോഴേക്കും ഈ ലേഡി ചാടി മാറിക്കഴിഞ്ഞു. അതല്ല, ഈ ലേഡി അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് മണ്ടയിലോട്ട്. ഇവന് വേറെ മാർഗ്ഗമില്ല. അവിടെ തന്നെ തോക്കിരിപ്പുണ്ട്. ആ തോക്കെടുത്ത് 5-6 വെടിയാണ്. കുറെയൊക്കെ ഈ ചെന്നായുടെ ദേഹത്ത് കൊള്ളുന്നുണ്ടെങ്കിലും കുറെയൊക്കെ മിസ്സായി പോയിട്ടുണ്ട്.
ഏതോ ഒരു ചെന്നായിയുടെ ദേഹത്തേക്ക് കൊണ്ടിട്ടുള്ളൂ. വെടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മണ്ടയിലോട്ട് കയറി ചെല്ലും. ആ റൂമിൽ തന്നെ ആ ലേഡിയും അവനും മാത്രമേ ഉള്ളൂ. അവൻ പോയി വേറെ കുറെ തോക്കൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ ലേഡിക്ക് ഒരു വടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അവർ തെണ്ടുന്നുണ്ട്, എനിക്കിവിടെ ഒരു തോക്ക് തടാന്ന് പറഞ്ഞിട്ട്. പക്ഷേ അയാൾ കൊടുക്കുന്നില്ല. നീ ആ വടിയും പിടിച്ച് നിന്നോ, ഞാൻ വേണമെങ്കിൽ ഈ ചെന്നായ്ക്കളെ നോക്കിക്കൊള്ളാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ പേടിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഈ ഡോർ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന് ഒരു ചെന്നായ അകത്തോട്ട് കയറി വരുന്നത്. സാധാരണ ചെന്നായിക്ക് ഡോറ് തുറക്കാനൊക്കെ അറിയോ? ഇതെന്ത് ചെന്നായ ഡോറൊക്കെ തുറന്ന് കയറി വന്നിട്ടുണ്ട്? അതിനർത്ഥം അതിന്റെ ബുദ്ധിയൊക്കെ ഇത്രയധികം എവല്യൂഷണറി ആയിട്ട് വികസിച്ചിട്ടുണ്ട്. ഈ നേരം സ്കോട്ടും ഫാമിലിയും ഓരോ കളികളൊക്കെ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. ചുമ്മാ സമയം പോണ്ടേ, കറണ്ടൊന്നുമില്ല. അപ്പോഴായിരിക്കും വെടിശബ്ദം കേൾക്കുന്നത്. അയൽക്കാരൻ വീട്ടിന്റെ അകത്തിട്ട് പടക്കം പൊട്ടിക്കുന്നെന്നാണ് ഇവർ വിചാരിക്കുന്നത്. കുറച്ചുകൂടെ കഴിയുമ്പോൾ പട്ടിയുടെ ശബ്ദം കൂടെ കേൾക്കാം, ഇവരുടെ സ്വന്തം പട്ടിയുടെ. ഈ പട്ടിക്ക് പുറത്തോട്ട് പോകാനായിട്ട് അടുക്കളയിൽ വാതിലൊക്കെ ഉണ്ട്, ചെറിയൊരു ദൂരം പോലെ. അപ്പൊ ഈ പട്ടി പുറത്തോട്ട് ഇറങ്ങിപ്പോയി മോള് പോയി അച്ഛനോട് അതിനെ പിടിച്ചോണ്ട് വരാനായിട്ട് പറയും. എന്തായാലും അച്ഛൻ അതിനെ പോയി പിടിയും. അവിടെ തന്നെ ഇരിപ്പുണ്ട് പുറത്തൊരു സ്ഥലത്ത്. അതിനെ കയ്യിലെടുത്ത് നിൽക്കുമ്പോഴായിരിക്കും തൊട്ട് ഫ്രണ്ടില് എന്തോ ഒരു അനക്കം പോലെ, ആ കാടൊക്കെ കിടന്ന് അനങ്ങുന്നത് പോലെ. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പിന്നിലൂടെ എന്തോ ഒരു ജീവി വന്ന് ഇയാളെ വിളിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇയാളുടെ സ്വന്തം ഭാര്യയായിട്ടുള്ള ഈവാണ്. പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒന്ന് പേടിച്ചു പോയി. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു സ്കോട്ട് ഒരു കാര്യം കാണുന്നത്. കുറെ അധികം ചെന്നായ്ക്കൾ അങ്ങോട്ട് വരുന്നു. അതും ഭീകരമായിട്ട് അവരെ കടിച്ചു കീറാൻ വരുന്നത് പോലെ. സ്കോട്ട് പെട്ടെന്ന് തന്നെ ഭാര്യയോട്, അതായത് ഈവിനോട് ഓടാനായിട്ട് പറയും. ഈവൻ നല്ല രീതിയിൽ പേടിച്ച് വീട്ടിന്റെ അകത്ത് കയറി ഡോർ അടയ്ക്കുകയാണ്. സ്കോട്ടിനെ പുറത്താക്കി കഴിഞ്ഞു. സ്പോട്ടിന് കയറാനായിട്ട് കഴിഞ്ഞില്ല. സ്കോട്ട് എന്താ ചെയ്യുന്നത്, ഏതോ വഴി മതിലൊക്കെ ചാടി അകത്തോട്ട് പോവാണ്. എങ്ങോട്ട്? അയൽക്കാരന്റെ വീട്ടിന്റെ അകത്തോട്ട്. കാരണം മറ്റൊന്നല്ല, ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ കയ്യിലിരുന്ന പട്ടി ചാടിപ്പോയി. അതിനെ പിടിക്കാനാണ് പോകുന്നത്. അതിനെയും കുറെ തെറി പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവാണ്. ഇപ്പൊ ഈവും മോളും അകത്ത് നിൽക്കുമ്പോൾ മോൾക്ക് ഭയങ്കര കുറ്റബോധം. കാരണം കുറെ ദിവസമായിട്ട് ഈ മോളാണെങ്കിൽ വീട്ടിൽ വരുന്ന കുറച്ച് ചെന്നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഈ ചെന്നായ്ക്കൾ അവരുടെ ഫാമിലിനെ തന്നെ ആക്രമിക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന്റെ ഒരു കുറ്റബോധമാണ് ഈവ് സമാധാനപ്പെടുത്തും, പേടിക്കേണ്ട, അതുകൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട്. ഈ നേരം സ്കോട്ട് ആണെങ്കിൽ അയൽക്കാരന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതെല്ലാം തുറന്നു കിടക്കാണ്. അതുപോലെ വീട്ടിന്റെ അകത്ത് യാതൊരു അനക്കവും ഇല്ല. ഞാൻ വീട്ടിന്റെ അകത്തോട്ട് വരികയാണ്, എന്റെ പട്ടീനെ കാണാനില്ല, അത് ഇതിന്റെ അകത്തോട്ട് കയറി വന്നെന്ന് പറഞ്ഞിട്ടാണ് അകത്തോട്ട് കയറി വന്നിരിക്കുന്നത്. അവിടെ വന്ന് നോക്കുമ്പോൾ എല്ലാം അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാം അടിച്ച് തകർത്തിട്ടേക്കുന്നത് പോലെ. നേരത്തെ നടന്ന കോലാഹലത്തിന്റെ ബാക്കിയാണ് ഇതൊക്കെ. പതിയെ പതിയെ നടന്ന് മണ്ടയിലോട്ട് ചെല്ലുകയാണ്. ഈ അയൽക്കാരൻ എവിടെ പോയെന്ന് അറിയത്തില്ലല്ലോ. അവിടെ തന്നെ ഒരു റൂമുണ്ട്. അത് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ ഇയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതായത് അയൽക്കാരനെ ആ ചെന്നായ്ക്കൾ കടിച്ചു കീറിയിട്ടേക്കുന്നു. അയാൾക്ക് നെഞ്ചിന്റെ ഭാഗങ്ങളൊന്നുമില്ല, എല്ലിന്റെ ഭാഗമൊക്കെ പുറത്തോട്ട് തള്ളി നിൽക്കുന്നത് പോലെ. അതൊന്നും കാണിക്കാനായിട്ട് കഴിയത്തില്ല. മഹാ ബ്രൂട്ടലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കണ്ട് സ്കോട്ടിന് ഓക്കാനം വരികയാണ്. ഒരു മനുഷ്യന് ഇത് കണ്ടു നിൽക്കാനായിട്ട് കഴിയത്തില്ലല്ലോ. അവൻ പേടിച്ച് ഓക്കാനിച്ച് മാറിയിരിക്കുകയാണ്. ആ മാറിയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറെ അധികം വെടിയുണ്ടങ്ങൾ പാഞ്ഞു പാഞ്ഞു വരുന്നുണ്ട്, ആരോ അകത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നത് പോലെ. അതിനർത്ഥം അതിന്റെ അകത്ത് ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവർക്കൊന്നും പറ്റിയിട്ടില്ല. സ്കോട്ട് സമാധാനപ്പെടുത്തി, ഞാനൊരു മനുഷ്യനാണ്, അപ്പുറത്ത് അയൽക്കാരനാണ്, എന്നെ വെടിവെക്കാൻ പാടില്ല, ഇവിടെ ഒരു മനുഷ്യ ജീവൻ ബാക്കിയുണ്ടെന്ന്. എന്തായാലും സ്കോട്ട് പതിയെ പതിയെ ഡോറ് തുറക്കും. ആ ലേഡീനെ സമാധാനിപ്പിച്ചതിന് ശേഷം അവരെ സമാധാനിപ്പിച്ച് ആ തോക്കൊക്കെ തറയിൽ വെക്കുമ്പോൾ സ്കോട്ട് പതിയെ അകത്തോട്ട് കയറി ചെല്ലുകയാണ്. അവരോട് ചോദിക്കും എന്താ ഉണ്ടായെന്ന്. ഈ ഒരു അയൽക്കാരൻ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. ഇത്രയധികം ചെന്നായ്ക്കൾ വന്നപ്പോൾ ആ ലേഡിയോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കേണ്ട, അകത്ത് പോയി ഒളിച്ചിരുന്നോ, ഞാൻ ഈ ചെന്നായ്ക്കളെ നോക്കിക്കൊള്ളാന്ന്. കുറെ നേരമൊക്കെ ഈ അയൽക്കാരൻ പിടിച്ചു നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ അയൽക്കാരനെ അത് കടിച്ചു കീറി കൊന്നു കളഞ്ഞു. നെഞ്ചിന്റെ ഭാഗങ്ങളൊന്നും ഇല്ല, അതെല്ലാം വലിച്ചു കീറി വെച്ചേക്കാണ്. അത്രയും ക്രൂരനായിട്ടുള്ള ചെന്നായ്കളാണ് ഇതൊക്കെ. ഇപ്പൊ അവർക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമല്ലോ. അതുകൊണ്ട് തന്നെ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് സ്കോട്ടിന്റെ കൂടെ ചെല്ലാനായിട്ട് പറയും. എന്നാൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന് കഴിയത്തില്ല, പേടിയാണ്. നമുക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല, നമുക്ക് കാറിൽ പോവാന്ന് സ്കോട്ടിനോട് പറയും. അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഈ സ്കോട്ടിന് ബ്ലഡ് പേടിയാണ്. അത് കണ്ടാൽ ഓക്കാനിക്കാനായിട്ട് വരും. അതുകൊണ്ട് തന്നെ ലേഡിയോട് പറയും, എന്റെ മുമ്പിൽ കൂടെ പോകണം, ഞാൻ പിന്നാലെ വന്നോളാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഹാളിൽ വരും. ഹാളിൽ വരുമ്പോൾ വേറൊരു പ്രശ്നം, ഈ സ്കോട്ടിന്റെ ഫോണിലോട്ട് കോള് വരികയാണ്. ആരോ വിളിക്കുന്നതാണ്. ഇതെങ്ങാനും കേട്ടാ ചെന്നായ്ക്കൾ വന്നാലോ. പെട്ടെന്ന് തന്നെ പേടിച്ചിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. അത് വിളിച്ചത് മറ്റാരുമല്ല, ആ ഒരു എലിപിടുത്തക്കാരനാണ്. എലിപിടുത്തക്കാരനോട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ കുറെ അധികം ചെന്നായ്ക്കൾ ഉണ്ടെന്നേ. പക്ഷെ അയാളെ കേൾക്കുന്നില്ല. കുറെ അധികം എലികളൊക്കെ കാണാം. എന്തായാലും നാളെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഞാൻ വരത്തോളം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. അയാൾ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാണ്, പറയുന്നതൊന്നും കേൾക്കുന്നില്ല. എന്തായാലും ഇയാളെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഫോണൊക്കെ കട്ട് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് രണ്ടുപേരും കൂടെ ചെല്ലും. അങ്ങനെ ചെല്ലുമ്പോഴാവട്ടെ ഇവർ ഡോറിന്റെ അവിടെ ചെല്ലുമ്പോൾ കുറെ അധികം ചെന്നായ്ക്കൾ അവരെ ആക്രമിക്കാനായിട്ട് വീട്ടിന്റെ അകത്തുനിന്ന് വരുന്നു. പക്ഷെ ഈ ലേഡി പഴയതുപോലെ വിട്ടുകൊടുക്കത്തില്ല. അവരുടെ തോക്കുണ്ടായിരുന്നു. ഈ വന്ന 3 ചെന്നായ്ക്കളെയും ഷൂട്ട് ചെയ്യും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ പോയിക്കൊണ്ട് ആ ചെന്നായ്ക്കയുടെ ദേഹത്തും കൊണ്ട് അതിനെ കൊന്നു കളയും. എന്നിട്ട് ഈ ലേഡിയുടെ വാശി മാറുന്നില്ല കേട്ടോ. ഈ ചത്തടക്കുന്ന ചെന്നായി വീണ്ടും വീണ്ടും ഷൂട്ട് ചെയ്യാണ്. ഇവരുടെ ഒരു ക്ലൈന്റിനെ അല്ലേ കൊന്നു കളഞ്ഞേക്കുന്നത്. എന്തായാലും ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് കാണുമല്ലോ. അപ്പൊ ആ ഒരു ദേഷ്യം അതിന്റെ ദേഹത്ത് നല്ല രീതിയിൽ തീർക്കുന്നുണ്ട്. സ്കോട്ട് വന്ന് സമാധാനപ്പെടുത്തുകയാണ്, ഇനി ഇവിടെ നിൽക്കണം, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട്. ഈ സമയം ഈവും അതുപോലെ തന്നെ മോളും പേടിച്ച് വീട്ടിലിരിക്കുകയാണ്. അച്ഛനും വന്നിട്ടില്ല, ചെന്നായും വന്നിട്ടില്ല, അതുപോലെ തന്നെ പട്ടിക്കുട്ടിയും വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും പുറത്ത് അവരുടെ പട്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. പെട്ടെന്ന് തന്നെ പോയി ഡോറ് തുറന്നു കൊടുക്കുകയാണ് അവരുടെ പട്ടിക്ക് കയറാനായിട്ട്. പട്ടി
പട്ടി പെട്ടെന്ന് കയറുന്നുണ്ട്. പിന്നാലെ കുറെ ചെന്നായ്ക്കൾ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ ഡോറൊക്കെ അടച്ച് കുറ്റിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോ അതുവഴി കയറി വന്നാലോ? ഈ നേരം കൊണ്ട് നമ്മുടെ ടീംസ്, അതായത് സ്കോട്ടും പിന്നെ ആ പ്രോസ്റ്റിറ്റ്യൂട്ടും കൂടെ കാർ കയറിയിട്ടുണ്ട്. കാർ എടുത്ത് ഇവിടെ നിന്ന് പോകാനായിട്ട് പറ്റത്തില്ല. അത് വേറൊരു പ്രശ്നമാണ്. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അയൽക്കാരന്റെ ഗേറ്റ് തുറക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത് ഓട്ടോമാറ്റിക് ഡോറാ. ഇപ്പൊ എന്ത് ചെയ്യാന്ന് അറിയത്തില്ല. സ്കോട്ട് ചോദിക്കും, എന്നാലേ തുറക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇപ്പൊ തന്നെ തുറക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആ കാർ എടുത്ത് ആ ഗേറ്റൊക്കെ ഇടിച്ചു പൊളിച്ച് പുറത്തോട്ട് വരും. കാർ കൺട്രോൾ കിട്ടാതെ തൊട്ടടുത്ത മതിലിൽ പോയി ഇടിയാണ്. അത് സ്കോട്ടിന്റെ വീടിന്റെ മതിൽ തന്നെയാണ്. എന്തായാലും രക്ഷപ്പെട്ടല്ലോ. ആ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി വരും. ചെന്നായ്ക്കളുണ്ട്, എന്നാലും പേടിയില്ലാതെ പതിയെ പതിയെ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ ഈ സ്കോട്ടിന്റെ ദേഹത്ത് പെട്ടെന്ന് തന്നെ ഒരു ചെന്നായ വന്ന് കടിയാണ്. അവന് കടിച്ച് കീറാനായിട്ട് തുടങ്ങും. ആ ലേഡിക്ക് അതിനെ ഷൂഷു എന്ന് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അതിനെ ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ അപ്പോഴായിരിക്കും രക്ഷകനായിട്ട് അല്ലെങ്കിൽ രക്ഷകയായിട്ട് ഒരാൾ വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഈവ് തന്നെയാണ്. ഈ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്തുകൊണ്ട് വന്നിട്ട് എന്റെ ഭർത്താവിനെ വിടടാന്ന് പറഞ്ഞ് അത് വെച്ച് അടിച്ചു കൊടുക്കും. ആ ഒരു പേടിയിൽ ആ ഒരു മൃഗം അവിടെ നോടിപ്പോവാണ്. പക്ഷേ മറ്റവന് കുറച്ചൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നാലും വലിയ സിവിയർ അല്ല, എന്നാലും ചെറിയൊരു പരിക്കാണ്. രക്ഷപ്പെടും. എന്തായാലും ഇവരെല്ലാരും കൂടെ സ്കോട്ടിനെ വലിച്ചു വീട്ടിന്റെ അകത്ത് കൊണ്ടുവരികയാണ്. ഈവ് സ്കോട്ടിനെ എടുത്ത് റൂമിലോട്ട് പോകും. സ്കോട്ടിന് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. മുറിവ് വെച്ച് കൊടുക്കണ്ടേ. അങ്ങനെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ മോളും കൂടെ പരിചയപ്പെടുന്നുണ്ട്. ഈവ് സ്കോട്ടിനെ പിടിച്ചോണ്ട് പോയ സമയത്ത് ഇവരൊരു മനുഷ്യരല്ലേ എന്തൊക്കെ പറഞ്ഞാലും അവിടെ വെച്ച് തന്നെ മോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അച്ഛന് പേടിയാണ്, ബ്ലഡ് കണ്ടാൽ പേടിയാണെന്ന്. അതുകൊണ്ട് തന്നെ സ്വന്തം ബ്ലഡ് കണ്ടാൽ പോലും തല ഇറങ്ങി വീഴും. പ്രോസ്റ്റിറ്റ്യൂട്ടിന് നേരത്തെ അറിയാം, കാരണം അവിടെ വെച്ച് ബ്ലഡ് കണ്ടപ്പോൾ ഓക്കാനൊക്കെ വന്നില്ലേ, അങ്ങനെ അറിയാം. ഇപ്പൊ ഈവ് സ്കോട്ടിനെ പിടിച്ചോണ്ട് വന്നിട്ട് ആ ഒരു മുറിവിൽ മരുന്ന് വെച്ചു കൊടുക്കുകയാണ്. വലിയൊരു മുറിവാണ്, അതായത് ഒരു വാന്ത് കിട്ടിയതിന്റെ വലിയൊരു മുറിവ്. ഇതിന്റെ ഇടയിൽ ഈവ് പറഞ്ഞു കൊടുക്കും ഓരോ കാര്യങ്ങള്. നമ്മുടെ മോൾക്ക് ഒരുപാട് കുറ്റബോധമുണ്ട്, കാരണം ആ ഒരു ചെന്നായ്ക്കൾക്ക് അവള് ഫുഡ് കൊടുത്തോണ്ടാണ് ഇതെല്ലാം നടന്നതെന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഇതൊന്നും വലിയ കാര്യമില്ല, അതുകൊണ്ടൊന്നുമല്ല, ഇതിനൊക്കെ വേറെ എന്തോ ഒരു കാര്യം വേണം. എന്നാലും സ്കോട്ടിന് വേറൊരു ഡൗട്ട് ഉണ്ടാന്ന് വെച്ചാൽ ഈ കുട്ടി അതിനൊക്കെ ഫുഡ് കൊടുത്തിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞില്ലല്ലോ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ ഈവ് പറയും, അതിന് നിങ്ങൾക്ക് എവിടാ സമയം അവള് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാനായിട്ട്? നിങ്ങൾ ജോലി ജോലി എന്ന് പറഞ്ഞ് നടക്കുകയാണ്, നമ്മളുമായിട്ടൊന്നും സമയം പങ്കിടുന്നില്ല, അതുകൊണ്ടായിരിക്കണം അവള് പറയാത്തതെന്ന്. ഇത് കേൾക്കുമ്പോൾ സ്കോട്ട് ചോദിക്കും, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്, പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മുടെ ആ പഴയ ജീവിതം ഓർമ്മയുണ്ടോ? ചെറിയ വീട്, ട്രാഫിക്, അയൽക്കാരുടെ ശബ്ദം, സമാധാനം ഇല്ലാത്ത ജീവിതം. അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടത് ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കൊണ്ടല്ലേ. എന്നാൽ ഈവ് പറയും, നിങ്ങൾ ഇനി എങ്ങനെ ജീവിച്ചാലും, അതായത് പൈസ ഇല്ലെങ്കിലും പൈസ ഉണ്ടായിരുന്നാലും എനിക്ക് പഴയ ജീവിതമാണ് ഇഷ്ടം, കാരണം നിങ്ങൾ ഞങ്ങളുമായിട്ട് സമയം പങ്കിടുമായിരുന്നു. എന്നാൽ ഇപ്പൊ അങ്ങനല്ല, നിങ്ങൾ പങ്കിടുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പഴയ ജീവിതം ഇഷ്ടമെന്ന് പറയുമ്പോൾ സ്കോട്ടിന് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവരൊരിക്കലും പൈസേനെ അല്ല ആഗ്രഹിച്ചത്, പകരം ഇവന്റെ സമയത്തിനെയായിരുന്നു. ഇവനുമായിട്ട് നല്ല ഒരു സമയം പങ്കിടാനായിരുന്നു അവരൊക്കെ ആഗ്രഹിച്ചത്. എന്തായാലും സ്കോട്ടിന് നല്ല വേദനയുണ്ട് കേട്ടോ. മരുന്ന് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ നീറുന്നുണ്ട്. പച്ചയായിട്ടുള്ള മുറിവാണ്, അത് മരവിപ്പിക്കാനൊന്നും വഴിയില്ല. വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ അയൽക്കാരന്റെ വീട്ടിൽ കുറെ അധികം മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടില്ലായിരുന്നോ? അതൊരു ടേബിളിന്റെ മണ്ടയിലായിരുന്നു വെച്ചിരുന്നത്, ഗ്ലാസിന്റെ ടേബിളിന്റെ മണ്ടയിൽ. ആ ഗ്ലാസ് പൊട്ടിയിട്ട് ആ ഒരു മെഴുകുതിരി കർട്ടന്റെ അവിടെ പോയി ഉരുണ്ട് വീഴും. കർട്ടനിൽ തീ പിടിച്ചിട്ട് ആ വീട് മൊത്തം കത്താനായിട്ട് തുടങ്ങും. ഇപ്പൊ ഇത് നല്ല രീതിയിൽ ആളി കത്തുന്ന കാര്യം ഈവും അതുപോലെ തന്നെ സ്കോട്ടും കാണും. അയൽ വീട് കത്തുകയാണ്, താമസിക്കാതെ തന്നെ ഇങ്ങോട്ട് തീ വീഴും. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയണ്ടേ. എന്തായാലും സ്കോട്ടും അതുപോലെ തന്നെ ഈവൻ ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തോട്ട് വരികയാണ്. പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ച് കാര്യം പറയണം. പക്ഷെ ഇവരുടെ ആരുടെയിലും ഫോണില്ല. എന്നാൽ ഒരാളുടെ ഫോണുണ്ട്, അതും ആ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെയിലാണ്. അവരുടെ നിന്ന് ഫോൺ വാങ്ങും. ഇത്രയും നേരം അവർ ഫോൺ ഉണ്ടായിട്ട് പോലീസിനെ വിളിക്കും, അല്ലെങ്കിൽ ആ ഫോണുള്ള കാര്യം പറഞ്ഞോ ഇല്ല. അതെന്താന്ന് ചോദിക്കുമ്പോൾ അവർ പറയും അതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്കോട്ടിന് അങ്ങ് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. കാരണം പോലീസിനെ വിളിച്ചാലേ രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തുള്ളൂ. എന്നാൽ പോലീസിനെ വിളിക്കുമ്പോൾ അവരെടുക്കുന്നില്ല, ഔട്ട് ഓഫ് ലൈൻ ആണ്, അത്രയും ബിസിയാണ്. നഗരത്തിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ കുറുക്കന്മാരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്കോട്ടിന് ഒരു കൂടുണ്ടാക്കാനായിട്ട് കഴിയും, അതായത് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരു കൂട്ടിന്റെ അകത്ത് കയറി പോകുന്നത് പോലെ. എന്നാൽ അത് ഉണ്ടാക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈവ് സമ്മതിക്കത്തില്ല, നമുക്ക് അതിനൊന്നും സമയമില്ല, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണമെന്ന് പറയും. ഇവരിങ്ങനെ തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും മണ്ടയിൽ ഒരു ചെന്നായ വരുന്നത്. കാരണം മണ്ടയിലത്തെ ജനൽ അടച്ചിട്ടില്ല, ആ ജനൽ വഴി ഒരു ചെന്നായ അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. ഇവരെല്ലാരും പല വഴിക്ക് പോയി പലയിടത്ത് ഒളിച്ചിരിക്കുകയാണ്. വേറെ മാർഗ്ഗമില്ല, അത് കണ്ടുപിടിച്ചാൽ കടിച്ച് കീറും എല്ലാത്തിനും. അങ്ങനെ പലരും പലയിടത്താണ് ഇരിക്കുന്നത്. സ്കോട്ട് ഒരു സെറ്റിന്റെ ബാക്കിൽ, അതുപോലെ തന്നെ ഈവ് ഒരു ടേബിളിന്റെ ബാക്കിൽ, പിന്നെ പ്രോസ്റ്റിറ്റ്യൂട്ട് ഒരു സ്ഥലത്ത് നിൽപ്പുണ്ട്. പിന്നെ കുട്ടിയാണെങ്കിൽ സ്റ്റെയറിന്റെ അടിയിലാണ് നിൽക്കുന്നത്. ആ സ്റ്റെയറിന്റെ അടിയിൽ കൂടാണ് ഈ ചെന്നായി ഇറങ്ങി വരുന്നത്. എന്നാൽ കുട്ടീനെ കാണുന്നില്ല, പകരം താഴെ വന്നിട്ട് അവിടെ തന്നെ ടിൻ മീറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് തട്ടിയിട്ട് തിന്നാനായിട്ട് തുടങ്ങും. ആ ഒരു നേരം മുതലെടുത്തുകൊണ്ട് മോള് പതിയെ പതിയെ മണ്ടലോട്ട് കയറി ചെല്ലാണ്. അവളുടെ ആ പട്ടി ഉണ്ട് കേട്ടോ, ആ പട്ടീനെ അവള് വിട്ടിട്ടില്ല, അവളുടെ ജീവനാണ് അത്. അങ്ങനെ പതിയെ കയറുമ്പോൾ പ്രോസ്റ്റിറ്റ്യൂട്ട് പെട്ടെന്ന് തന്നെ കയറി പൊയ്ക്കോളാൻ പറയും, റൂമിൽ കയറി ഡോർ അടച്ചോളാൻ, അല്ലെങ്കിൽ കുട്ടിക്ക് ഇവിടെ എന്തെങ്കിലും പറ്റിയാലോ. അങ്ങനെ പ്രോസ്റ്റിറ്റ്യൂട്ട് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അടുക്കള വാതിലിൽ ഒരു ദൂരമില്ല ഈ പട്ടിക്ക് ഇറങ്ങി പോകാനായിട്ട്. ആ ദൂരം വഴി വേറൊരു ചെന്നായി അകത്തോട്ട് കയറി വരുന്നത്. പ്രോസ്റ്റിറ്റ്യൂട്ടിന് മനസ്സിലായി കളി കാര്യമായെന്ന്. പതിയെ പതിയെ അവിടെ നിന്ന് മാറി പോവാണ്. എന്നാൽ ഇപ്പൊ കയറിപ്പോയ ആ ഒരു കുട്ടിയുണ്ടല്ലോ മോള്, അവള് മണ്ടലോട്ട് കയറി പോകുമ്പോൾ താഴെ തന്നെ ഒരു പാവ കിടപ്പുണ്ടായിരുന്നു, ഒരു ശബ്ദം ഉണ്ടാക്കുന്ന പാവ. അതിനകത്ത് അറിയാതെ ചവിട്ടിയത് അത് ശബ്ദം ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. കുറെ അധികം ചെന്നായ്ക്കൾ അവളുടെ പിന്നാലെ പിടിക്കാൻ
പിടിക്കാനായിട്ട് ചെല്ലാണ്. എവള് വിടില്ല, എവള് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോവും. ഇവള് ഒരു സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കുമ്പോൾ ആ ഒരു ചെന്നായി അവളെ പിടിക്കാനായിട്ട് ഭയങ്കര മൃഗിയായിട്ട് അടുത്തോട്ട് വരുവാണ്. എന്നാൽ സ്വന്തം മോൾക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് അച്ഛന് കഴിയോ? അച്ഛൻ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ചാടി എണീക്കും. ഈ ഒരു ശബ്ദം കേട്ടിട്ട് വേറെ ഒരു ചെന്നായി അങ്ങോട്ട് വരുവാണ് സ്കോട്ടിനെ ഉപദ്രവിക്കാനായിട്ട്. സ്കോട്ട് പേടിച്ച് നിൽക്കുകയാണ്. ഷൂഷു പറഞ്ഞിട്ട് അത് പോകുന്നില്ല. എന്തായാലും അവന്റെ കാര്യത്തിൽ തീരുമാനമായെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു ചെന്നായി ആക്രമിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു തുണി എടുത്ത് അതിന്റെ മണ്ടയിൽ കൂടെ ഇടുകയാണ്. അതിനെ നല്ല രീതിയിൽ പൊതിഞ്ഞു വെക്കുന്നുണ്ട്. സ്കോട്ട് ഒട്ടും സമയം വേസ്റ്റ് ആക്കാതെ തന്നെ തൊട്ടടുത്തൊരു കമ്പി ഉണ്ടായിരുന്നു, ആ കമ്പി എടുത്ത് അതിനെ പല തവണയായിട്ട് കുത്തും. കുത്തി അത്രയും ദേഷ്യം തീരുന്നവരെ കുത്തി അതിനെ കൊന്നു കളയും. എവരെ ഉപദ്രവിച്ചാൽ തിരിച്ച് വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? മനുഷ്യനെ ഉപദ്രവിച്ച് ഒന്നിനെയും വെറുതെ വിട്ടിട്ടില്ല. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഈ ചെന്നായി കൊന്നതിന് ശേഷം സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും മണ്ടേന്ന് മോളുടെ നിലവിളി കേൾക്കുന്നത്. രണ്ടുപേരും കൂടെ പെട്ടെന്ന് മണ്ടലോട്ട് കയറി ചെന്ന് നോക്കുമ്പോൾ ഈ മോൾക്ക് കടിയേറ്റിട്ടുണ്ട്. അവള് ബ്ലഡിൽ കിടന്ന് പെടയാണ്. ആ പട്ടിക്കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല, അവള് വിട്ടുകൊടുത്തിട്ടില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് അങ്ങോട്ട് കയറി വരും. ഈവാണെങ്കിൽ പെട്ടെന്ന് പേടിച്ച് ടെൻഷനായിട്ട് താഴെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്, അത് പോയി എടുത്തിട്ട് വരാനായിട്ട് പറയും. അതുപോലെ ഈ വീട്ടിന്റെ അകത്തൊരു ചെന്നായി ഉണ്ട്. ആ ചെന്നായി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല കേട്ടോ. എവളെ കടിച്ചതിന് ശേഷം പോയതാണ്, എന്നാലും തിന്നിട്ടില്ല. ഇപ്പൊ സ്കോട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ മോളുടെ ഈ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ബ്ലഡൊക്കെ തറയിൽ കൂടെ ഒലിക്കുന്നത് കണ്ടിട്ട് ആകെ ബോധം കെട്ട് കട്ടിലിൽ വീഴും. പിന്നീട് കുറെ കഴിയുമ്പോഴായിരിക്കും കണ്ണ് തുറക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മോളുടെ മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. എല്ലാവരും ആ റൂമിൽ തന്നെ ഉണ്ട്. ഈ റൂമിന്റെ പുറത്തൊരു ചെന്നായി ഉണ്ട്. അത് പിടിക്കാതിരിക്കാനായിട്ട് എല്ലാവരും പേടിച്ച് റൂമിന്റെ അകത്ത് കയറി ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. എന്തായാലും സ്കോട്ടിന് ബോധം വന്നല്ലോ. അമ്മ ഇപ്പം വരാൻ മോളെ എന്ന് പറഞ്ഞ് സ്കോട്ടിനെ വിളിച്ച് ഈവ് മാറി നിൽക്കും. എന്നിട്ട് സ്കോട്ടിനോട് ഒരു കാര്യം പറയും, എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കൂടുണ്ടാക്കണം, എന്നാലേ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങൾ പോയി ആ കൂടുണ്ടാക്കും എന്ന് പറഞ്ഞ് സ്കോട്ടിന് മോട്ടിവേഷൻ കൊടുക്കും. എന്തോ ഒരു കൂട്. അങ്ങനെ സ്കോട്ട് താഴെ വർക്ക്ഷോപ്പിൽ, അതായത് ഗരാജിൽ വന്നിട്ട് ആ ഒരു കൂടുണ്ടാക്കാനായിട്ട് തുടങ്ങും. ഈ ചെന്നായ്ക്കളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഒരു ചെറിയ കൂട്. പക്ഷേ ഈ കൂടുണ്ടാക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇയാൾക്ക് ഈ ചുറ്റികയെന്ന് ഉപയോഗിക്കാനായിട്ട് കറക്റ്റായിട്ട് അറിയത്തില്ല. കയ്യിലൊക്കെ കൊള്ളുകയാണ്, കൈയൊക്കെ മുറിയുന്നുണ്ട്. അങ്ങനെ കുറെ നേരത്തെ വർക്കിന് ശേഷം ക്ഷീണിച്ചൊരു സ്ഥലത്തിരിക്കും. അവിടെ നിന്ന് ഒരു ആൽബം കിട്ടും, അച്ഛന്റെയും മോളുടെയും അമ്മയുടെയും ഒരു ആൽബം. അതൊക്കെ കാണുമ്പോൾ സ്കോട്ടിന് ഒരുപാട് വിഷമമാണ്. സ്കോട്ടിന്റെ ഒരു വോക്കി ടോക്കി ഉണ്ട്. ആ വോക്കി ടോക്കി എടുത്തിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങും. ഈവേ, നീ പറഞ്ഞതെല്ലാം സത്യമാണ്. എനിക്ക് നിങ്ങളോട് സമയം പങ്കിടാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അത് എന്റെ തെറ്റാണ്. ഇനി ഞാൻ എന്തായാലും നിങ്ങളുമായിട്ട് സമയം പങ്കിടും. എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണമെന്ന് വോക്കി ടോക്കി വഴി പറയുകയാണ്. എന്നാൽ ഈവ് ഇപ്പം വോക്കി ടോക്കി ഓൺ ആക്കിയിട്ട് ഒരു കാര്യം പറയും, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ടില്ല എന്ന്. ഒരു കാര്യം, അവൻ ഇത്രയധികം ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ച കാര്യം അവർ കേട്ടിട്ടില്ല. അവൻ നല്ല രീതിയിൽ കരഞ്ഞതല്ലായിരുന്നു. ഇപ്പൊ കണ്ണീരൊക്കെ അകത്ത് കയറി പോയിട്ടുണ്ട്. കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കും. ഒന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ കൂട് റെഡിയാക്കാന്ന് പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തും. എന്തായാലും ഈ വോക്കി ടോക്കിയിൽ സംസാരിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. എന്താ സംഭവം എന്ന് ചെന്ന് നോക്കുമ്പോൾ ആ ഒരു എലിപിടുത്തക്കാരൻ ഇല്ലേ, അയാൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് വണ്ടി എടുത്തിട്ട്. അയാൾ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, പക്ഷെ ചുറ്റും തീ പിടിക്കുകയാണ്. എന്താ നടക്കുന്നതെന്ന് ഇയാൾക്ക് അറിയത്തില്ല. എന്നാലും എന്തൊക്കെയോ സന്തോഷം. ഈ ഒരു വീടൊക്കെ നിന്ന് കത്തുന്നത് കാണുമ്പോൾ വണ്ടിയിൽ നിന്ന് പതിയെ അയാളുടെ സ്പ്രേ ആയിട്ട് ഇറങ്ങി വരും. ഇയാൾ ആ ഒരു സ്പ്രേ അടിക്കുന്ന സാധനമായിട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് കുറെ അധികം ചെന്നായ്ക്കൾ വരുന്നുണ്ട്. ഇയാൾ പേടിച്ചിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ഷോക്ക് കൊടുക്കുന്ന മെഷീൻ എടുത്തോണ്ട് വരും. പിന്നെ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ മണ്ടയിൽ നിന്ന് ഈവും പ്രോസ്റ്റിറ്റ്യൂട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ ഗരാജിൽ നിൽക്കുന്ന സ്കോട്ടിന് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പം അവനാണെങ്കിൽ ആ ഒരു ഷോക്ക് കൊടുക്കുന്ന മെഷീൻ എടുത്തോണ്ട് വന്ന് ചെന്നായ്ക്കളെ പേടിപ്പിക്കും. ചെന്നായ്ക്ക് ബുദ്ധിയുണ്ട് കേട്ടോ, അതിനറിയാം ഇതിന്റെ മുമ്പിൽ കളിക്കാനായിട്ട് നിന്നാല് ഷോക്ക് അടിക്കുമെന്ന്. അത് പേടിച്ചിട്ട് അത് അവിടെ നിന്ന് മാറി പോവാണ്. എന്തായാലും ചെന്നായി ഓടിച്ചല്ലോ. ആ ഒരു സന്തോഷത്തിൽ ഈ ഒരു എലിപിടുത്തക്കാരൻ തിരിച്ച് നടന്നു വരുമ്പോൾ പിന്നെ ഇന്ന് ഒരു ചെന്നായി വന്ന് ഇയാൾ ആക്രമിക്കുകയാണ്. കടിച്ച് കീറുന്നുണ്ട്. ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, ഷോക്ക് കൊടുക്കാനായിട്ട് ഒന്നും കഴിഞ്ഞില്ല. ആ ഒരു കടി കൊള്ളാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇപ്പൊ സ്കോട്ടിനോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാളെ കടിച്ച് കീറി അയാളുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. അവന് നല്ല രീതിയിൽ വിഷമിക്കുന്നുണ്ട്. കാരണം അവസാനത്തെ പ്രതീക്ഷയാണ് നഷ്ടപ്പെട്ടു പോയത്. അവൻ അങ്ങനെ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഈ ചെന്നായ്ക്കുട്ടികൾ കരയുന്നത് പോലെ. അവൻ അറിയത്തില്ല അവിടെ ഒരു സ്ഥലമുണ്ട്, ഒരു ചെറിയ ഗ്യാപ്പ് പോലെ. പതിയെ അതുവഴി കയറി മുമ്പോട്ട് ചെല്ലാം. കാരണം അവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴാവട്ടെ രണ്ട് ചെന്നായ്ക്കുട്ടികൾ അതിനകത്ത് നിൽക്കുന്നു. സ്കോട്ടിന് ഒരു കാര്യം മനസ്സിലായി, ഈ ചെന്നായ്ക്കൾ ഇത്രയധികം വേട്ടയാടാനായിട്ടുള്ള കാരണം മറ്റൊന്നുമല്ല, അതിന്റെ കുട്ടികളെ കാണാത്തത് കൊണ്ടാണ്. ഈ കുട്ടികളെ എടുത്ത് പുറത്തോട്ട് വരും. ഈവിനെ വിളിച്ച് കാര്യം പറയും. ഇതെനക്ക് ചെന്നായ്ക്കളെ കണ്ട് അവർക്ക് അവരുടെ കുട്ടീനെ തിരിച്ചു കൊടുത്താൽ മാത്രം മതി, അവര് നമ്മളെ വെറുതെ വിടും. എന്നാൽ ഈവ് മാക്സിമം പറഞ്ഞു നോക്കുന്നുണ്ട്, ഇത് മണ്ടത്തരമാണ്, ഇതൊന്നും ചെയ്യണ്ട, ചെന്നായ്ക്കൾക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, നമ്മളെ ഉപദ്രവിക്കും. എന്നാൽ സ്കോട്ട് അത് കേൾക്കുന്നില്ല. ഞാൻ എന്തായാലും അവരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ ഒരു കൂടുണ്ട്, അവൻ ഉണ്ടാക്കിയ ഒരു കൂട്, അത് വെച്ച് നടക്കുമെന്ന് പറയുന്നുണ്ട്. അത് വെച്ച് നടക്കുമെന്ന് പറഞ്ഞ് അതിനകത്തൊന്ന് തൊടുമ്പോൾ അത് പൊളിയും. അവന് മനസ്സിലായി അവന്റെ കാര്യത്തിൽ തീരുമാനമാണ്. പക്ഷേ അത് ഈവിനോട് പറയുന്നില്ല. ഞാൻ എന്തായാലും ഇത് ചെയ്ത് തീർത്തിട്ടേ വരത്തുള്ളെന്ന് ഈവിനോട് പറയും. പിന്നീട് എന്താ, ഈ സ്കോട്ട് ആണെങ്കിൽ വലിയൊരു കൂട്ടിന്റെ അകത്ത് കയറി പതിയെ പുറത്തോട്ട് നടന്നു ചെല്ലും. ഇത് നല്ല കട്ടിയുള്ള കൂടാണ്, എന്നാലും കട്ടിയില്ലാത്ത ഡോറല്ല കൂടാണ്. ആ കൂട്ടിനകത്തോട്ട് വന്ന് കുറെ അധികം ചെന്നായ്ക്കൾ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ചെന്നായ്ക്ക് ആക്രമിച്ചിട്ട് ഇത് പൊളിക്കാനൊന്നും കഴിയുന്നില്ല. അവൻ പതിയെ ആ രണ്ട് കുട്ടികളെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങി വരും. അവിടെ വെച്ച് ഈ ചെന്നായി കാണുമ്പോൾ ഇവൻ പതിയെ ഡോറിന്റെ പുറത്തോട്ട്, അതായത് ആ കൂടിന്റെ പുറത്തോട്ട് ഇറങ്ങി വരും. എന്നിട്ട് അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഞാൻ
നിങ്ങളുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാം. ഞാൻ നിങ്ങളുടെ കുട്ടികളെ തിരിച്ചു തരുവാണെങ്കിൽ എന്റെ ഫാമിലിനെ നിങ്ങൾ വെറുതെ വിടണം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പോകണമെന്ന് പറഞ്ഞ് പതിയെ കുട്ടീനെ എടുത്ത് കൊടുക്കും. അവിടെ അങ്ങനെ ഭീകരമായിട്ട് നിന്ന ആ ചെന്നായ്ക്കള് ഇത് കാണുമ്പോൾ കുറച്ചൊന്ന് പാവമാവുകയാണ്. ഈ സ്കോട്ടിനെ ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ ഈ ചെന്നായി കുട്ടികൾ ചെന്നായിയുടെ അടുത്ത് പോവും. ചെന്നായികൾക്ക് സന്തോഷമാവുന്നുണ്ട്, അവരുടെ ആ ഒരു വെറി മാറുകയാണ്. അതുകൊണ്ട് തന്നെ സ്കോട്ടിനെ ഒന്നും ചെയ്യുന്നില്ല. ഈ ഒരു സന്തോഷത്തിൽ സ്കോട്ട് കൂട്ടിന്റെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ചിന്തിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വോക്കി ടോക്കി എടുത്ത് അവരോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അവർ നമ്മളെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇവര് രക്ഷപ്പെട്ടു, ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനുശേഷം സ്കോട്ട് ബാക്കിയുള്ള ആൾക്കാരോട് പുറത്തോട്ടിറങ്ങി വരാനായിട്ട് പറയും. ഇനി പ്രശ്നമൊന്നും ഇല്ലല്ലോ, ചെന്നായ്ക്കളെ പറഞ്ഞു വിട്ടില്ലേ. അങ്ങനെ എല്ലാവരും കൂടെ പുറത്തോട്ടിറങ്ങി വരുവാണ്. ഈവ് വന്ന് സ്കോട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് അവന് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. കൂടെ തന്നെ മോളും ഉണ്ട്. മോളും അച്ഛനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ഇവരിങ്ങനെ നല്ല രീതിയിൽ സ്നേഹപ്രകടനം നടത്തുമ്പോഴായിരിക്കും പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ നിലവിളി കേൾക്കുന്നത്. നോക്കുമ്പോൾ വേറൊരു ചെന്നായി വന്ന് അവരെ തള്ളിയിട്ട് ഉപദ്രവിക്കുന്നു. സ്കോട്ട് വിടില്ല. അവിടെ തന്നെ ആ ഒരു ഷോക്ക് കൊടുക്കുന്ന മെഷീൻ ഉണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് ഈ ചെന്നായിനെ ഷോക്ക് അടിപ്പിച്ച് മാറ്റുകയാണ്. ഈ ചെന്നായ്ക്കൾക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല മനുഷ്യൻ പറയുന്നത് മനസ്സിലാക്കാനായിട്ട്. അവർ ഡീൽ ഉണ്ടാക്കിയൊക്കെ ശരിയാണ്, പക്ഷേ വീണ്ടും ഉപദ്രവിക്കുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഈ ഒരു സ്ഥലത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയാലേ കാര്യമുള്ളെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ഒരു എലിപിടുത്തക്കാരന്റെ വണ്ടി എടുത്തിട്ട് എല്ലാവരും അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കും. സ്കോട്ട് എല്ലാവരോടും കൂടെ ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പതിയൊക്കെ വണ്ടി ഓടിച്ചാൽ പോരെന്ന്. എന്നാൽ ഈ സ്കോട്ടിനെ എല്ലാവരും കൂടെ ചീത്ത പറയാണ്. ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുന്നു പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവനെ നിർബന്ധിക്കും. അങ്ങനെ സ്കോട്ട് വണ്ടി എടുക്കുകയാണ്. ഈ വണ്ടിയിൽ പോകുന്ന സമയത്ത് സ്കോട്ട് നല്ല രീതിയിലൊന്നും വണ്ടി ഓടിക്കുന്നില്ല, പതിയാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാവരും കൂടെ ചീത്ത പറയും, പെട്ടെന്ന് വണ്ടി ഓടിക്കുന്നു പറഞ്ഞിട്ട്. സ്കോട്ട് എന്ത് ചെയ്യാനാണ്, ഈ വണ്ടിക്ക് വലിയ സ്പീഡൊന്നുമില്ല. പിന്നെ അവരിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി കേൾക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ മറ്റൊന്നല്ല, അവരുടെ സ്വന്തം വീട് കത്തി പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ആ അയൽക്കാരന്റെ വീട്ടിൽ നിന്ന് തീ വന്നതാണ്, എല്ലാം കൂടെ കത്തി പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. ഈ ഗ്യാസ് ഒക്കെ കാണുമല്ലോ, അങ്ങനെ കണ്ട പൊട്ടിത്തെറിച്ചാണ്. എല്ലാം കൂടെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് വിഷമവും. പക്ഷേ സ്കോട്ട് അവരെ സമാധാനപ്പെടുത്തും. ഒരു വീടല്ലേ, വീട് പോയാൽ പുതിയ ഒരെണ്ണം വെക്കാം, പക്ഷേ എനിക്ക് എന്റെ ഫാമിലി കൂടെ ഉണ്ട്, എനിക്ക് ആവശ്യമുള്ള എല്ലാം എന്റെ കൂടെ ഉണ്ട്, അത് മതിയെന്ന് പറഞ്ഞിട്ട് അവൻ സന്തോഷപ്പെടും. ഇപ്പൊ സന്തോഷപ്പെട്ടെങ്കിലും ഉള്ളിൽ ഒരു എരിച്ചിലുണ്ട്. കാരണം അവന്റെ റെയർ ആയിട്ടുള്ള ഒരു കോമിക് കളക്ഷൻ വീട്ടിലുണ്ടായിരുന്നു, അത് കത്തി നശിച്ചു പോയി. എന്റെ കോമിക്ക് പോയി, എന്നാലും കുഴപ്പമില്ല, എന്നാലും കുഴപ്പമുണ്ട്, എന്റെ കോമിക്ക് പോയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈവ് മിണ്ടാതിരുന്ന് വണ്ടി ഓട്ടിക്കിടാന്ന് പറയും. കട്ട് ചെയ്താൽ ആ ഒരു എലി പിടുത്തക്കാരനെയാണ് കാണിക്കുന്നത്. അയാൾ മരിച്ചിട്ടില്ല കേട്ടോ, അയാൾ ജീവനോടെ പൊന്തി വരും. അതുമല്ല, തൊട്ടടുത്ത് തന്നെ ആ ഒരു ചെന്നായ്ക്കുട്ടിയുണ്ട്. ഇയാൾ ഇത്രയധികം ഉപദ്രവിച്ചില്ലേ, വെറുതെ വിടോ. ആ ചെന്നായ്ക്കുട്ടീനെ എടുത്ത് അതിന്റെ കഴുത്തറക്കാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പിന്നിലൂടെ വേറൊരു ചെന്നായി വരും. എന്റെ കുട്ടീനെ കാണാൻ തൊട്ടാൽ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കും എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. ചെന്നായ്ക്കുട്ടീനെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആ ചെന്നായി ഓടി വരാൻ നേരത്ത് ഇയാൾ കത്തി വെച്ച് അതിനെ കുത്താനായിട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും കൂടെ നല്ലൊരു ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് പോലെ. പിന്നീട് എന്ത് നടക്കുമെന്ന് നമ്മുടെ ഇമാജിനേഷൻ ആണ്, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചെടുത്തോ. എന്റെ ഇമാജിനേഷനിൽ ഒന്നെങ്കിൽ ഇയാൾ ആ ഒരു ചെന്നായിനെ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ ആ ചെന്നായി ഇയാളെ കടിച്ചു കൊല്ലും. ഇത് രണ്ടേ ഉള്ളൂ പോസിബിലിറ്റീസ്. എന്തായാലും ഇതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്, അടിപൊളിയല്ലായിരുന്നോ? എന്നാ പിന്നെ അടുത്തൊരു സിനിമയായിട്ട് കാണും വരെ ഓക്കെ ബൈ.